ഏറ്റവും കൂടുതൽ ആൾക്കാർ മാനസികമായി പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ നമശിവായ ജപിച്ചു കഴിഞ്ഞാൽ, ഓം നമശിവായ ജപിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് ചേഞ്ചസ് ഉണ്ടാകും. ഇത് ഓം നമശിവായ എന്ന് പറയുമ്പോൾ ഓടി വരുന്നത് മഹാദേവന്റെ ഭൂതഗണങ്ങളാണ്. വൈകുന്നേര സമയങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും ഭദ്രാളി 10 സ്തോത്രം, നാരായണ മന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മന്ത്രങ്ങൾ. നമ്മൾ വേറെ ഒന്നും പറയണ്ടാവുക, നമോ നാരായണ എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്തെല്ലാം ഉണ്ടെന്നുള്ളതാണ്. രാവിലെ എഴുന്നേറ്റ് ആദ്യം ഓം നമോ നാരായണായ എന്ന് 108 പ്രാവശ്യം ബുക്കിൽ എഴുതുക. ചേട്ടാ, ഈ ജീവിതം മടുത്തു കഴിഞ്ഞാൽ, കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരും ജോലിയൊക്കെ ചെയ്ത് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും മടുപ്പായിരിക്കും. ആ ഒരു സമയത്തായിരിക്കും അവർക്ക് അവരുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നത്. ആ സമയത്ത് മടുപ്പായിരിക്കും ജീവിതത്തെ പറ്റി. പിന്നെ ക്ഷീണമായിരിക്കും, പിറ്റേ ദിവസവും ജോലിക്ക് ഒരു ഉഷാറ് കാണത്തില്ല, ഒരു ഡെഡായി കിടക്കുന്ന അവസ്ഥയായിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് അവരുടെ ജീവിതം മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു എനർജറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടെക്നിക്കുകളുണ്ടോ? ഒരുപാട് ടെക്നിക്ക് യൂണിവേഴ്സിലുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് വരുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. നമ്മളിത് ഈ പറയുന്ന വഴി കടന്നു വന്നവരാണ്. പലരുടെയും നമ്മൾ പലതും പോയി ചോദിക്കും, പലരും പറയും അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറയും. പിന്നെ മനസ്സിലാവും അതൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാവും. എനിക്കൊന്ന് ഞാൻ പറയാൻ കാരണം, ഒരു യുവാക്കളുടെ ഈ ഒരു സ്റ്റേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ജോലി വേണം, അങ്ങനെയുള്ള ആഗ്രഹത്തിലായിരിക്കും പോകുന്നത്. അപ്പം ജോലിയിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. അതെ, ജോലി ഇല്ലാത്തവർക്കാണെങ്കിൽ ജോലിയില്ല, അങ്ങനെയുള്ള ഒരുപാട് വിഷാദങ്ങൾ. എന്നും ആ ജീവിതമൊക്കെ അവസാനിപ്പിച്ചാലോ എന്നുള്ളൊരു തോന്നലിൽ കൂടി ഇങ്ങനെ കടന്നു പോകും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കാണ്, കൂടുതൽ യുവാക്കളാണ് ഇങ്ങനെ കൂടുതൽ ഇപ്പം ഡിപ്രസ്ഡ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വാക്ക് തന്നെ ഇപ്പൊ നോർമലൈസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഇത് കുറച്ചുകൂടെ നന്നായിരിക്കും. ഒരുപാട് പേരുണ്ട്. അതായത് ഇന്ന് പലരും വിളിക്കുന്നതിനകത്ത് രാവിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മാനസികമായി പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. വളരെ നമ്മളോട് വളരെ ബോൾഡായിട്ടൊക്കെ സംസാരിക്കും. പക്ഷേ കുറച്ചൊന്ന് ഡിഗ് ചെയ്ത് കഴിയുമ്പോൾ മാനസിക നില തെറ്റി പല ടാബ്ലറ്റ് കഴിക്കുന്നവരാണ് എന്നിലേക്ക് കോൾ വരികയാണെങ്കിലോ എനിക്ക് വേണ്ടപ്പെട്ടില്ലേ കോൾ വരികയാണെങ്കിൽ ടാബ്ലറ്റ് പൂർണ്ണമായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കും. കാരണം അവരെ ഒരിക്കലും എൻ്റർടൈൻ ചെയ്യിപ്പിക്കില്ല. ശരിക്കും ആക്ച്വലി അങ്ങനെ ഒരു ടാബ്ലറ്റ് ഇല്ലല്ലോ. ഇവർക്ക് ഇവരുടെ ഒരു മനസ്സിനെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി ഓരോ ആൾക്കാർ കൊടുക്കുന്ന ഓരോ മെഡിസിൻ ആയിരിക്കാം. പക്ഷേ ഇത് ഡേ ബൈ ഡേ അവർക്ക് നല്ലതല്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കൂ, ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ ഒരു കൾട്ടിൽ ഒരുപാട് മന്ത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഉപാസന രീതികളുണ്ട്, ഒരുപാട് വഴികളുണ്ട്. ഈശ്വര വിശ്വാസം ഉണ്ടായിക്കോട്ടെ ഇല്ലാതായിക്കോട്ടെ. പക്ഷേ എങ്ങനെയാണെങ്കിലും ഇവിടെ ഏകസപ്തമ സമർപ്പണമുണ്ട്. അതായത് നാരായണ മന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മന്ത്രങ്ങളാണ്. നമ്മൾ വേറെ ഒന്നും പറയണ്ടാവുക, നമോ നാരായണ എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്തെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഓം നമോ ഭഗവതി പറഞ്ഞാലും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഏകസപ്തനാരായണ സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടോ അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജോ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ രാവിലെ എഴുന്നേറ്റിട്ട്, ആ ഒരു പ്രൊസീജിയറിലേക്കൊന്നും പോകണ്ട. പ്രൊസീജിയറിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ ചോദിക്കൂ, ഞാൻ പറഞ്ഞു തന്നോളാം. പ്രൊസീജിയറിലേക്കൊന്നും പോകണ്ട. ഏറ്റവും രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം ഓം നമോ നാരായണായ എന്ന് 108 പ്രാവശ്യം ഒരു ബുക്കിൽ എഴുതുക. അത് ഒരു ഗ്രീൻ കളർ ഇങ്ക് കൊണ്ട് തന്നെ എഴുതാൻ നോക്കണം. ഉണ്ടെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉള്ള ഏതാണോ പേന അത് വെച്ച് എഴുതുക. ഈ ഓം നമോ നാരായണായ ഒരു 108 പ്രാവശ്യം എഴുതി നോക്കിയേ, 108 ദിവസം പർപ്പസ്ഫുള്ളി എഴുതണം. അപ്പോൾ ചോദിക്കും, എൻ്റെ ഇന്ന് മാനസിക നില തെറ്റിയ ഞാൻ എങ്ങനെ 108 ദിവസം പോകും എന്നുള്ളത്. അവിടെയാണല്ലോ നമ്മളെ മുന്നിലേക്ക് ജീവിക്കും എന്നൊരു സെൽഫ് ഡ്രൈവാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്കൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച് 108 പ്രാവശ്യം എല്ലാ ദിവസവും രാവിലെ ഓം നമോ നാരായണ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങണം. നിങ്ങൾക്ക് മാറ്റം വരും. പിന്നെ വൈകുന്നേര സമയങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും ഭദ്രാളി 10 സ്തോത്രം, ഭദ്രാളി അമ്മയുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള 10 സ്തോത്രമുണ്ട്. ഭദ്രാളി 10 എന്ന് പറയുന്നത് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഭദ്രകാളി 10. അതിന് ബ്രേക്ക് ചെയ്യാൻ വേറെ ഒരു എനർജി ഇല്ല. രാവിലെ ഭദ്രാളി 10 സ്തോത്രം വായിക്കൂ. എത്രയോ പേര് എന്നെ നിരന്തരം വിളിക്കുന്ന 2 പേരിൽ ഒരാളാണ് ഒരു SI. അദ്ദേഹം, ഞാൻ സ്ഥലം പറയുന്നില്ല, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മകൾക്കും ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. മകൾക്ക് കുറച്ച് ക്രോണിക്കായിരുന്നു. അത് നമ്മൾ വേറൊരാൾ വഴി മാറ്റിക്കൊടുത്തു. നമുക്കതിനകത്തൊക്കെ ഭാഗമാകാൻ പറ്റിയത് ആ കുട്ടിയുടെ ഏറ്റവും വലിയൊരു കരിയറാണ്. ആ കുട്ടി പോലും അറിഞ്ഞിട്ടില്ല കുട്ടി അങ്ങനെയാണ്. കുട്ടിക്ക് ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട്, ഇതിനാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ നല്ലൊരു ഉപരിപഠനത്തിന് പോകുന്നതിന് മുൻപായിട്ട് ഇത് ക്ലിയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ എക്സ്പെൻസീവ് അല്ലാതെ ചെയ്യാൻ പറ്റുന്ന സംഭവം എല്ലാ ദിവസവും വൈകുന്നേര സമയങ്ങളിൽ, വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് എന്താ പറയുക, ഈ ദേവിക്ക് ഏറ്റവും കൂടുതൽ രാത്രി കാലങ്ങളിലാണ് ഭദ്രാളി അമ്മയുടെ പവർ കൂടുന്ന സമയം. ഭദ്രാളി 10 സ്തോത്രം 3 പ്രാവശ്യം ജപിക്കൂ. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. കോൺഫിഡൻസ് എന്നുള്ളതല്ല,
ഞാൻ ആരാണ്, ഞാൻ എന്താണെന്നുള്ളൊരു ബോധം തിരിച്ചറിയാൻ പറ്റും. അതായത് നമ്മുടെ ചൈതന്യം വർക്ക് ചെയ്ത് തുടങ്ങും. കുറച്ച് ദിവസം ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ക്ലെൻസ്ഡ് ആവും. നമുക്കൊരു സ്വന്തമായിട്ടൊരു ഗോൾ നമ്മൾ സെറ്റാവും. നമുക്കൊരു വിഷൻ വരും. ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെ ജീവിതം മടുപ്പല്ല, ഇതൊന്നും അല്ല, എന്നെ ബാധിക്കില്ല, ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്നൊരു തോട്ട് നമുക്ക് ഭദ്രാളിയമ്മ നമ്മളൊക്കെ മനസ്സിൽ കൊണ്ടുതരും. ഈ നാരായണ ജപിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ വേറൊരു തലങ്ങളിലേക്ക് പോകും. ഒരു സ്പിരിച്വലി നമ്മൾ വേറൊരു തലത്തിലേക്ക് പോകും. അപ്പോൾ ഇത് രണ്ടും മാത്രം മതി ഒരാളെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇതിനേക്കാളും അല്ല, ഇതിപ്പോൾ നമ്മൾ ജീവിതം മടുത്തിരിക്കുന്ന ഒരാൾക്ക് പറ്റിയതാണ്. അതെ. പക്ഷേ ചില ആളുകളുണ്ട് ഒരു അടുത്ത ലെവലിലേക്ക് പോകും. ഞാനിപ്പം മരിക്കും. പല കോളുകളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പം മരിക്കും, എനിക്ക് ഇന്നാളുടെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല, ഇവരെ അങ്ങനെ വരുന്നത് ഏറ്റവും ബേസിക്കലി ഇവരുടെ മാനസികത തെറ്റിക്കുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിന് ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒന്നുകിൽ അവർക്ക് അവരെ മാനസികപരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. രണ്ട്, ഇവരുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു എനർജി ഉണ്ട്. ഈ എനർജി എന്താണെന്ന് റൈറ്റായിട്ട് ഒരു ദൈവജ്ഞൻ്റെ അടുത്തോ ഒരു പൂജാരിയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ അച്ഛൻ്റെ അടുത്തോ എവിടെയെങ്കിലും എത്തിപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, അവർ നേരെ മഹാദേവനെ ഭജിക്കുക എന്നുള്ളതാണ്. മഹാദേവനെ ഇരുന്ന് മിനിമം ഒരു 1100 പ്രാവശ്യം അല്ലെങ്കിൽ 1008 പ്രാവശ്യം ഓം നമഃ ശിവായ ജപിക്കാൻ പറഞ്ഞാൽ മതി. പക്ഷേ 1000 പ്രാവശ്യം ഇരിക്കാൻ പറ്റില്ല അവർക്ക്. അവരുടെ ബോഡി ചൂടാവും, ടെമ്പറമെൻ്റ് ആവും, നിൽക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള മഹാദേവ ക്ഷേത്രങ്ങളിൽ പോകാൻ പറയുക. അവിടെ പോയിട്ട് നമഃശിവായ ജപിക്കാൻ പറയുക. നമഃശിവായ ജപിച്ചു കഴിഞ്ഞാൽ, ഓം നമഃശിവായ ജപിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് ചേഞ്ചസ് ഉണ്ടാവും. പക്ഷേ അവിടെയാണ് നമ്മൾ ഒരാളിൻ്റെ പവർ മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ രാഹുൽ 108 പ്രാവശ്യം ജപിച്ചാൽ ഓക്കെ ആവും, ചിലപ്പോൾ ഞാൻ ജപിച്ചാൽ ഓക്കെ ആവില്ല. ചിലപ്പോൾ ഞാൻ 108 പ്രാവശ്യം ജപിച്ചാൽ ഓക്കെ ആവും, രാഹുൽ ജപിച്ചാൽ ഓക്കെ ആവില്ല. അപ്പം നമ്മുടെ എനർജി പവർ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? ആ മെഷർ ചെയ്യാൻ നമുക്ക് പറ്റില്ല, നമ്മൾ അവരുടെ കൂടെ ഇല്ലല്ലോ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് പറയും? 1008 പ്രാവശ്യം ജപിക്കാൻ പറയും. 1008 പ്രാവശ്യം ജപിക്കുമ്പോൾ ഇവരൊരു അവരുടെ ലിമിറ്റ് കടന്നു. പിന്നെ ബോഡിയിലേക്ക് വരുന്ന എനർജി പൂർണ്ണമായിട്ടും ആ എനർജി അക്യൂമുലേറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും പിടിച്ചിരിക്കാൻ പറ്റും. അതായത് ഓം നമഃ ശിവായ എന്ന് പറയുമ്പോൾ ഓടി വരുന്നത് മഹാദേവൻ്റെ ഭൂതഗണങ്ങളാണ്. നമ്മൾ പറയുമ്പോൾ തന്നെ ഭൂതഗണങ്ങൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ചോദിക്കും, നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിക്കും. അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഒരു അസ്റ്റൽ ട്രാവൽ ചെയ്യണം. അസ്റ്റൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ ഭൂതഗണങ്ങളുടെ പ്രസൻസ് നമുക്ക് ബോഡിയിൽ എന്താ പറയുക, ഒരു വല്ലാത്തൊരു പ്രസൻസ് കിട്ടും. അത് ചെയ്യുമ്പോൾ നമുക്കൊരു ആത്മീയ സംരക്ഷണം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ പല ആൾക്കാരും പേടിച്ച് വണ്ടി ഓടിക്കുമ്പോൾ നമഃശിവായ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്കൊന്നും പറ്റാത്തത്. ചിലപ്പം വണ്ടിക്ക് പറ്റുമായിരിക്കും, ഇവർക്കൊന്നും പറ്റില്ല, ഇവർ സേഫായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 100% മാനസിക നില തെറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മഹാദേവനെ ജപിക്കാൻ ഞാൻ പറയുള്ളൂ. പിന്നെ മഹാദേവൻ്റെ അംശങ്ങളായ ഒരുപാട് മൂർത്തികളുണ്ട്. അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടം. പക്ഷെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് നമഃശിവായ ജപിക്കുകയാണെങ്കിൽ നിങ്ങളെ ഒരു എനർജിയും ഒന്നും ചെയ്യും. ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഇതിപ്പം കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അതെ. ഇന്നത്തെ കാലത്ത് ആർക്കും സമയമില്ല. അത് മാത്രമല്ല, ജീവിതം മടുപ്പാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനും മടുപ്പായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ? ഉണ്ട്. ഇവരെ നമ്മൾ നോർമലി ഒരാളോട് പറയും, ഇപ്പം പല ആൾക്കാരും വിളിക്കുമ്പോൾ ഞാൻ ഈ ബൗദ്ധ ഹീലിങ്ങിൻ്റെ ഒരു ചെറിയൊരു വേരിയൻറ്റ് കൊടുക്കാറുണ്ട്. ഫുൾ വേരിയൻറ്റ് കൊടുക്കുന്ന ഒന്നീ ഡയറക്റ്റ്ലിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ഈ ശിവോഹത്തിൽ വരുമ്പോഴാണ് ഇവരോട് സംസാരിക്കാൻ പറയും. ആ സമയത്ത് അവർ പോലും അറിയാതെ കൊടുക്കും. ചില ആൾക്കാർ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരിക്കും, കുറേ സമയം കരയും. ശരിക്കും നമുക്ക് സമയം ഉണ്ടാവില്ല, പക്ഷേ ഈ കരച്ചിൽ ഞാൻ ഇരുന്ന് കേൾക്കും. എന്നറിയോ, അവർക്ക് കരയാനപ്പോൾ ഞാനേ ഉള്ളൂ. അവരുടെ മനസ്സിന് കിട്ടുന്ന വലിയൊരു സന്തോഷമാണ്. ചിലപ്പോൾ എനിക്ക് അടുത്തൊരു മീറ്റിംഗ് ഉണ്ടാവും, ചിലപ്പോൾ അടുത്ത് വേറെ കോൾ ഉണ്ടാവും. ആ കരച്ചിലിന് വേണ്ടി ഞാൻ ഇടുന്ന ഒരു സമയം അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും. ഞാനൊരു വ്യക്തി ഭാഗ്യമല്ല, ഞാനെന്ന് പറയുന്ന ഒരു മീഡിയത്തിലേക്ക് ഇവർക്ക് കരയാൻ പറ്റി. ഞാനിപ്പോൾ രാഹുലിനെ വിളിച്ചിട്ട് കരയുകയാണെങ്കിൽ എനിക്ക് രാഹുലിനോട് വിളിക്കാനുള്ള ഫ്രീഡം കൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ രാഹുൽ എന്നെ റിജക്റ്റ് ചെയ്താൽ എനിക്ക് ഇപ്പോൾ കരച്ചിലിൽ ഞാൻ എന്ത് പെയിനാണ് അനുഭവിക്കുന്നത് അതിനേക്കാൾ ഇരട്ടി പെയിനായിരിക്കും രാഹുലിനെ റിജക്റ്റ് ചെയ്താൽ. അപ്പോൾ അത് കഴിവതും കൊടുക്കാതെ ഇവർ കരയാൻ വേണ്ടി, കരഞ്ഞതിന് ശേഷം ഇവരോട് 2 മിനിറ്റ് കണ്ണടയ്ക്കാൻ പറയും. ഇവരെ കാതിലേക്ക് ഒരു മന്ത്രം നമ്മൾ കൊടുക്കും. അത് ഗുരുപദേശ പ്രകാരമുള്ളതാണ്. അത് എല്ലാവർക്കും അത് ജപിക്കാൻ പറ്റില്ല. ഗുരുപദേശപ്രകാരമുള്ള എല്ലാവർക്കും ജപിക്കാം. അല്ലാത്തൊരു ജപിക്കുമ്പോൾ ഒരു ഉപദേശം വേണമല്ലോ. ഈ മന്ത്രം കൊടുക്കുമ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും വരുന്നത്. ഇവരുടെ ബ്രെയിൻ ക്രമേണ ഇവർ നേരെയാവും. എന്നിട്ട് വെച്ചാൽ ഇവർക്ക് ഒരു നോർമൽ രീതിയിൽ ചിന്തിക്കാനുള്ള വഴി, അതായത് 80-20 പ്രിൻസിപ്പിൾ. നമ്മൾ എന്താണോ ഏറ്റവും കൂടുതൽ ഇടുന്നത് അതിൽ നിന്ന് കൂടുതൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇവർ കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ബീജമന്ത്രം അല്ലെങ്കിൽ ആ ഒരു മൂലമന്ത്രം പ്രോപ്പറായിട്ട് ഗുരുപദേശപ്രകാരം അവരുടെ ചെവിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് കൺഫ്യൂസ്ഡ് മൈൻഡ്
എന്തെങ്കിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആവും. അപ്പം നമ്മൾ എന്ത് പറയുന്നത് അവർ കേൾക്കും. ഉം. അല്ലെങ്കിൽ കേൾക്കില്ല. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കും, അതനുസരിച്ച് പോകും, അവർ അടുത്ത തലങ്ങളിലേക്ക് മാറിപ്പോകും. ആ ഒരു പരിധിവരെയൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമെന്നുള്ളതാണ് ഇതുവരെയുള്ള എൻ്റെ വിശ്വാസം.